ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ICU വാർഡ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടിയില്ല. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപണം. അത്യാസന്ന നിലയിലെത്തുന്ന രോഗികളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കും സ്വകാര്യ ആശുപത്രികളിലേക്കും അയക്കുകയാണ് ചെയ്യുന്നത്. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രി നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും ICU വാർഡ് ഇതുവരെ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. കോവിഡ് ഫണ്ടിൽ നിന്നും 1 കോടിയോളം രൂപ മുടക്കിയായിരുന്നു ബ്ലോക്കിന്റെ നിർമ്മാണം. പുതിയ ICU വാർഡിൽ ഒരേ സമയം 5 രോഗികൾക്ക് ചികിത്സ നൽകാനാകുന്ന വിധത്തിൽ കിടക്കകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 5 കിടക്കകളിൽ ഒരെണ്ണം കുട്ടികൾക്കായി മാറ്റിവെക്കാനും തീരുമാനിച്ചിരുന്നു. നാഷണൽ ഹെൽത്ത് മിഷനായിരുന്നു ICUവിന്റെ നിർമ്മാണ ചുമതല. നിർമ്മാണം പൂർത്തീകരിച്ച് കെട്ടിടം NHM താലൂക്ക് ആശുപത്രിക്ക് കൈമാറുകയും ചെയ്തു. അത്യാഹിത വിഭാഗം ബ്ലോക്കിൽ 2ാമത്തെ നിലയിൽ പ്രസവ വാർഡിനോട് ചേർന്നാണ് ICU ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാധുനിക രീതിയിലുള്ള എല്ലാ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ 2ഇടത്താണ് കോവിഡ് ഫണ്ടിൽ നിന്ന് ICU നിർമ്മിച്ചിട്ടുള്ളത്. വൈദ്യുതി ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നം മൂലമാണ് ICU തുറക്കാൻ വൈകുന്നതെന്നായിരുന്നു ആദ്യം നൽകിയ വിശദീകരണം. എന്നാൽ ഇത് പരിഹരിക്കാൻ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ട് മാസങ്ങളായി. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയാണ് ICU വാർഡ് തുറക്കാത്തതിന് പിന്നിലെന്നാണ് ആരോപണം. ICU യൂണിറ്റിൽ ചികിത്സ ലഭ്യമാകുന്ന തീവ്രപരിചരണ യൂണിറ്റ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സജ്ജമാക്കി 1.5 വർഷം കഴിഞ്ഞതിന് ശേഷവും ഈ നിമിഷം വരെ അത് പ്രവർത്തന സജ്ജമാക്കാനുള്ള ഒരു നടപടിയും നഗരസഭാ നേതൃത്വമോ MLAയോ സ്വീകരിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഈ ICU യൂണിറ്റിൽ ആവശ്യമായ ഡോക്ടറെയും നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളുടെ ഷോർട്ടേജ് പരിഹരിച്ച് അത് പ്രവർത്തന സജ്ജമാക്കിയില്ലെങ്കിൽ അവിടെ സജ്ജമാക്കിയ ഈ 1 കോടിയിലധികം രൂപയുടെ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് മെഷീനറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തടസ്സപ്പെട്ട് അത് നാടിന് പ്രയോജനമില്ലാതെ, ആശുപത്രിക്ക് പ്രയോജനമില്ലാതെ, രോഗികൾക്ക് ഗുണമില്ലാതെ മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സജ്ജമാക്കിയ തീവ്രപരിചരണ യൂണിറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയോട് ചേർന്നാണ് കായംകുളം താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ പെടുന്നവരെയും അത്യാസന്ന നിലയിൽ എത്തുന്നവരെയും ചികിത്സയ്ക്കായി എത്തിക്കുന്നത് താലൂക്ക് ആശുപത്രിയിലാണ്. ICU സംവിധാനം സജ്ജമാക്കിയാൽ സാധാരണക്കാരായ രോഗികൾക്ക് ഏറെ പ്രയോജനകരമാകും. ന്യൂസ് 18 കായംകുളം.